ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് 4 മിനിറ്റ്. സർ, മലയൻകീഴ് വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ബിസ്മീർ മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ അടിയന്തര പ്രമേയം ഉന്നയിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയ പാളിച്ചകൾ സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെൻറ് അടിയന്തരമായി മുന്നോട്ട് വരണം എന്നാണ് ആദ്യമായി എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഈ ബിസ്മീറായിരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2 കുഞ്ഞുങ്ങളും ഭാര്യയും അവർ നിരാലംബരായിരിക്കുകയാണ്. നമ്മൾ ഈ അന്വേഷണമെല്ലാം നടത്തി റിപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ആ കുടുംബം വഴിയാതരാകുന്നു. അടിയന്തര പരിഗണന കൊടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന നടപടിക്ക് ഗവൺമെൻറ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു തുക ആ കുടുംബത്തിന് കൊടുത്ത് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. സർ, ഇതുപോലുള്ള സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്നതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളം 1ാം സ്ഥാനത്താണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഭരണമുന്നണിയോട് ഞാൻ വളരെ വിനയപുരസ്സരം പറയുകയാണ്. സമീപ സമയത്ത് വന്ന എല്ലാ മാധ്യമ വിലയിരുത്തലുകളും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർച്ചയിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഗവൺമെൻറ് അത് ഗൗരവമായി കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം അപകട മുനമ്പിൽ ഡോക്ടർ കെ കമ്മാപ്പയുടെ ശ്രദ്ധേയമായ ലേഖനം സമീപ സമയത്ത് വരികയുണ്ടായി. തകർന്ന തറപറ്റി സിസ്റ്റം. ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. സർ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കൊടുക്കാനുള്ള തുക 154 കോടി രൂപ അവിടെ കൊടുത്തു തീർക്കാത്തത് കൊണ്ട് അവിടെ സർജറി ഉൾപ്പെടെ മുടങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഈ സമീപ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സർജറി മുടങ്ങുന്നു എന്ന് മാത്രമല്ല, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ഗതികേട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും ഉണ്ടാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റൈറ്റപ്പ് ഈ ദിവസങ്ങളിൽ വന്ന് നമ്മളെല്ലാം ഭരണമുന്നണി പ്രതിപക്ഷ വേദന എല്ലാവരും കണ്ടതാണ്. സർ, ഇങ്ങനെ മെഡിക്കൽ കോളേജുകളിൽ പോലും ഈ അവസ്ഥ വന്നാൽ നമ്മുടെ ആരോഗ്യരംഗത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന നിലയിലേക്ക് ആശുപത്രികൾ മാറിയെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ മരുന്നില്ലാത്ത അവസ്ഥയുടെ പേരിൽ, ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പാവപ്പെട്ട മനുഷ്യർ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെൻറ് ആത്മാർത്ഥമായ ഒരു പരിശോധനയ്ക്ക്, ഒരു വിലയിരുത്തലിന് തയ്യാറാകണമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇന്നലെ എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട 2 ദിവസം മുമ്പ് മരങ്ങാട്ടുപള്ളി ഹോസ്പിറ്റലിൽ പോകാനിടയായി. അപ്പോൾ അവിടെ ഉച്ചയാകുമ്പം ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് നല്ല മുറികളൊക്കെ സജ്ജമാക്കി വൃത്തിയാക്കിയപ്പം ഇപ്പോൾ വരുന്നത് രാവിലെ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ഉച്ചകൊണ്ട് ഡോക്ടർ പോകും. അടുത്ത ഇഞ്ചക്ഷൻ വൈകുന്നേരം എടുക്കണമെങ്കിൽ ഒന്നുകിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, വേറെ എവിടെയെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം. സാർ, അപ്പോൾ ഈ FHSC ആയി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ, സാർ, ഈ ആരോഗ്യരംഗത്ത് കേരളം പിടിച്ചു നിന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ പ്രാഥമിക ചികിത്സ സമയത്ത് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. സാർ, ഇന്ന് ആ ഒരു അവസ്ഥ ഇന്നില്ല. ഇന്ന് ആ അവസ്ഥയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനാഥമായി തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അടുത്ത ആശുപത്രിയിൽ പോയി അന്വേഷിക്കേണ്ട അവസ്ഥയാണ്. സാർ, ഇവിടെ പറഞ്ഞു ഇപ്പം മണ്ഡലങ്ങളിൽ കിഫ്ബിയിലെ പഠനങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്ന ശേഷം എൻ്റെ മണ്ഡലത്തിൽ കുറവലങ്ങാട് ആശുപത്രി സന്ദർശിച്ചു. അവിടെ ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി. 10 വർഷമാകുകയാണ്, 9 വർഷമായി. ആദ്യത്തെ ബഡ്ജറ്റ് വന്നാണ് 1ാം പിണറായി സർക്കാരിൽ. സാർ, ആ കുറവലങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പുതിയ മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഹൗസിംഗ് ബോർഡ് നോഡൽ ഏജൻസി 9 വർഷമായിട്ടും ഇപ്പോഴും തീരുമാനം ഉണ്ടായിട്ടില്ല. സാർ, ഇങ്ങനത്തെ ഒരു ഗതികേടിൽ നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചികിത്സ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിലും ചികിത്സയിൽ വീഴ്ചകൾ സംഭവിക്കുന്നതിൻ്റെ പേരിലും നിരന്തരമായി ഉണ്ടാകുന്ന ഈ ഒരു ചികിത്സാ പിഴവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ, കേരളത്തിൻ്റെ എല്ലാ കാലത്തും, സാർ ഒറ്റ സെക്കൻഡ്, എല്ലാ കാലത്തും കേരളം ഉണ്ടായ കാലം മുതൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് ഏറ്റവും കൂടുതൽ സെക്ടറൽ അലോട്ട്മെൻറ്റ് നമ്മുടെ ബഡ്ജറ്റ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്ത് കാലാകാലങ്ങളിൽ നിന്ന് ഗവൺമെന്റുകൾ മുഖ്യ പരിഗണന കൊടുത്താണ് ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പരാജയത്തിലേക്ക് പോയ സാഹചര്യത്തിൽ നിന്ന് കരകയറാൻ, ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചുരുക്കുന്നു.